മുടി വളരാത്തതാണ് പലരെയും അലട്ടുന്ന പ്രശ്നം. എനിക്ക് ഇതേപോലെ മുടി വളർത്തിയെടുക്കാൻ സാധിച്ചു, നിങ്ങൾക്കും സാധിക്കും. മുടിയുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി നമ്മൾ സലൂണിൽ പോയിട്ട് പല കാര്യങ്ങൾ മുടിയിൽ ചെയ്യാറുണ്ട്. എന്തിനങ്ങനെ ചെയ്യണം? ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ഹെയർ കെയറിനകത്ത് ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. മുടി വളർച്ച കൂട്ടിയെടുക്കാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി മുടി കൊഴിച്ചിൽ നിർത്താനും ഡാൻഡ്രഫ് അതായത് നമ്മുടെ താരണം ഉണ്ടല്ലോ അതെല്ലാം മാറ്റാനും ഒക്കെ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ് സംഭവം എന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമ്മുടെ ഇടയിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും മുടി വളരാത്തതും ഒക്കെ. മുടി വളരാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം മുടിയിൽ ചെയ്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫ് പ്രശ്നം മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. മുടി നല്ല പോലെ വളരാനും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് അത് തയ്യാറാക്കാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ഹെയർ പാക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടത് മുട്ടയാണ്. ഇപ്പം ഞാൻ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് ഒരു മുട്ട എടുത്തേക്കുന്നത്. ഇപ്പം ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കാൻ നോക്കണം. കൂടുതലും പ്രോട്ടീനും പിന്നെ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുട്ടയ്ക്കകത്ത്. അതിലേറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വെള്ളയ്ക്കകത്താണ്. വെള്ളയ്ക്കകത്ത് കൂടുതലും പ്രോട്ടീനും ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബയോട്ടിനും പ്രോട്ടീനും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നാലേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുള്ളൂ. ഇപ്പോൾ നല്ല പോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി. അതെല്ലാം മാറ്റി മുടി നല്ല പോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് ഒറ്റ മുട്ട എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ലോങ് ഹെയർ ആണെങ്കിൽ അളവ് കൂട്ടിയെടുക്കാൻ നോക്കണം. ഈ ഒരു ബയോട്ടിൻ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും മുടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ബയോട്ടിനിൽ നിന്ന് സാധിക്കും. അത് കൂടുതലും ഉള്ളത് നമ്മുടെ മുട്ടയ്ക്കകത്താണ്. ഇനി ഇതിലേക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള അലവേറയുടെ തണ്ടിൽ നിന്ന് അലവേറയുടെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള അലവേറ തണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അലവേറ ജെല്ല് കറ്റാർ വാഴയിൽ അതിൻ്റെ ജെല്ലിനകത്ത് കൂടുതലും അമിനോ ആസിഡുകളും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. അങ്ങനെ അലവേറ ജെല്ല് ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് എളുപ്പം സഹായിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതാണ് ചേർക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവണക്കെണ്ണയാണ് ചേർക്കുന്നത്. അതായത് നമ്മുടെ കാസ്റ്റർ ഓയിൽ. ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ആവണക്കെണ്ണ ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമ്മുടെ ഡാൻഡ്രഫ് പ്രശ്നമുണ്ടെങ്കിലും ഹെയറിൻ്റെ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചത്. അതായത് നമ്മുടെ ഇഞ്ചി എടുത്തിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി മതി. അത് ചതച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. അപ്പോൾ ഇഞ്ചി നീരെന്ന് പറയുന്നത് ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂണോളം കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇഞ്ചി നീരും ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് റോസ്മേരിയുടെ ഇലകളുണ്ടല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിൽ 1 മണിക്കൂറോളം ഇട്ടതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. റോസ്മേരി ലീഫ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അല്ലാതെ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമുക്ക് പാക്കറ്റിലൊക്കെ ഇടുന്നത് അത് നല്ലതല്ല. ഈ ഡ്രൈ ആയിട്ടുള്ളത് ചേർക്കുകയാണെങ്കിൽ അത് കൂടുതലും ആ ഒരു വെള്ളത്തിൻ്റെ നല്ല രീതിയിൽ നമുക്ക് ഗുണം കിട്ടും. നല്ലപോലെ മിക്സ് ആക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ആ ഒരു ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡിയാവും. ഇത് 1 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം 1 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ മുടിയിലേക്ക് തേച്ച് കൊടുത്തിട്ട് 3 മിനിറ്റോളം വെച്ചിട്ട് കഴുകുമ്പോൾ കണ്ടോ മുടിയുടെ ആ ഒരു തിളക്കമൊക്കെ കണ്ടോ. നല്ല പോലെ ഹെയർ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും.
എവറി ഡേ ചെയ്യണമെന്നില്ല, ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുടിക്ക് ചേഞ്ചസ് കിട്ടും. മുടി നല്ലപോലെ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. മുടി കഴുകി ഉണക്കിയിട്ടുള്ള റിസൾട്ടും ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, അടിപൊളിയാണ് സംഭവം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയല്ലേ സംഭവം. നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മുടി നല്ല പോലെ വളരാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും കൂട്ടുകാർ ഒന്ന് ചെയ്തു നോക്ക്. 100% നിങ്ങളുടെ മുടിക്ക് മാറ്റം നേടാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും കൂട്ടുകാരെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.